ഹലോ. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ഇന്നും മഴയാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ കർക്കിടക മാസം ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്. ആ സമയത്തും ഇതുപോലെ തന്നെ മഴയാണ് കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു വെയിൽ വരും, അതുപോലെ തന്നെ മഴയും പെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനൊരു പ്രത്യേക ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്നല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ മരുന്ന് കോഴി. നമ്മൾ ഈ കർക്കിടക മാസത്തിലേക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഈ മരുന്ന് കോഴി ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഐറ്റാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധാരണ ഇത് നാടൻ കോഴിയിലാണ് ചെയ്യാറ്. ഞാനിത് ബ്രോയിലർ കോഴിയിലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ജീരകമുണ്ട്, ഉലുവുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. ഈ ജീരകവും ഉലുവയുണ്ടല്ലോ നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സി പൊടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അത് മാറ്റി വയ്ക്കുക. പിന്നെ ഇത് പണ്ട് നമ്മൾ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പഴയ വീടുകളിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഈ കർക്കിടക മാസമാകുമ്പോൾ ഇങ്ങനെ കഴിക്കും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴും ചില വീടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തപ്പോൾ ഒന്ന് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കി, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്രോയിലർ കോഴിയാണ് വാങ്ങിയത്. നാടൻ ചിക്കൻ ഇപ്പോൾ ഇങ്ങനെ കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ ബ്രോയിലർ കോഴി ചിക്കൻ അങ്ങനെ അതെടുത്തു. 1 കിലോത്തോളം വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയിട്ട് നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും ഈ 3 പൊടികളും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഉപ്പും കൂടെ വിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. എന്തൊരു എന്താ പറയുക, അങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ അരപ്പ് തയ്യാറാക്കിയ അരപ്പുണ്ടായിരുന്നില്ലേ, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നേക്കാം. ഈ ഉലുവ, ജീരകം ഇതൊക്കെ നമ്മുടെ ശരീരത്തേക്ക് ഈ സമയത്ത് കർക്കിടക മാസത്തിൽ ചെല്ലുന്ന നല്ലതാണെന്നൊക്കെ പറയുന്നേക്കാം കേട്ടോ. അപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത്, ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്താൽ മതി. പ്രത്യേകിച്ച് നമുക്കിതിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി മിക്സ് ആക്കിയിട്ട് ഞാനതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇരുമ്പ് ചീഞ്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അടുപ്പത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഈ എടുത്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഒപ്പം വെള്ളം വെക്കണം കേട്ടോ. ഇതിൽ കൂടുതലായാലും കുഴപ്പമില്ല. കുറേ നേരം തിളച്ച് വറ്റി വരണ സാധനം, നന്നായിട്ട് വെള്ളം വറ്റിയെടുത്തിട്ട് നമുക്ക് ഇളക്കി വേവിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയൊന്ന് കഴിച്ചാൽ നല്ലതുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടിപൊളിയാണ്. ഒരു പീസെങ്കിൽ കഴിക്കാൻ